Hi students, today we will discuss mathematical operations performed on discrete time signal. That means what are the usual mathematical operations performed on a discrete time signal. The first one is shifting in time. Shifting in time, signal x of n may be shifted in time by replacing the independent variable n by n minus k, where k is an integer. That means shifting in time of a discrete time signal can be performed by replacing the x of n by x of n minus k. അതായത് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഒരു സിഗ്നലിനെ നമുക്ക് ടൈം ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഇൻ ടൈം ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എന്നിനകത്തുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള എൻ എന്ന് പറഞ്ഞ വാല്യൂ എൻ ആക്ച്വലി എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ടൈമിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ എന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. എൻ മൈനസ് വൺ കെ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് സിഗ്നൽ എന്തായിരിക്കും? ടൈം ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ ആയിരിക്കും. എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് എൻ മൈനസ് കെയും. അതിനകത്ത് എക്സ് ഓഫ് എന്നിൻ്റെ ടൈം ഷിഫ്റ്റഡ് വേർഷൻ ആയിരിക്കും എന്ത്? എക്സ് ഓഫ് എൻ മൈനസ് കെ, വേർ കെ ഈസ് എൻ ഇൻഡിജർ വാല്യൂ. എന്തു മാത്രമേ ഉള്ളൂ? കെ ഒരു ഇൻഡിജർ വാല്യൂ ആവണമെന്ന് മാത്രമേ നമുക്ക് എന്തുള്ളൂ? നിർബന്ധമുള്ളൂ. വേർ കെ ഈസ് എൻ ഇൻഡിജർ. അപ്പോൾ ഇവിടെ കെ ഇൻഡിജർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? കെ മേ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. If k is a positive integer, time shift results in delay by k units of time. അപ്പം k പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം എന്താ റിസൾട്ട് ചെയ്യുന്നത്? ഒരു ഡിലേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. k യൂണിറ്റ്സ് ഓഫ് ടൈം ഡിലേ ആണ് ആക്ച്വൽ സിഗ്നലായിട്ടുള്ള എക്സ് ഓഫ് എന്നിനെ കമ്പയർ ചെയ്യുമ്പം ഉണ്ടാക്കുന്നത്. ഇഫ് k is a negative integer, the time shift results in advance of signal by k units of time. k units of time അഡ്വാൻസ് ചെയ്തിട്ടാണ് ഏത് കിട്ടുക? റിസൾട്ടൻറ്റ് സിഗ്നൽ കിട്ടുക, എക്സ് ഓഫ് എൻ മൈനസ് കെ അല്ലേ? എൻ്റെ നെഗറ്റീവ് ആണെങ്കിലോ എക്സ് ഓഫ് എൻ മൈനസ് കെ എന്നല്ലേ വരിക? ആക്ച്വലി അതപ്പോൾ എന്താ വരിക? എക്സ് ഓഫ് എൻ പ്ലസ് കെ എന്നാണ് വരിക. അപ്പം എക്സ് ഓഫ് എൻ പ്ലസ് കെ എന്ന് പറഞ്ഞ സാധനം അഡ്വാൻസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എന്താ ചെയ്യുക? ഡിലേ ആയിട്ടാണ് വരിക. The delay results in shifting each sample of x of n to the right, and the advance results shifting of each sample x of n to the left. Advance ചെയ്യുന്ന റിസൾട്ട് സിഗ്നൽ എന്തായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡിലേ റിസൾട്ട് ചെയ്യുന്ന സിഗ്നൽ എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡിലേക്കായിരിക്കും ഓരോരോ സാമ്പിളും എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ഇപ്പം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഷിഫ്റ്റിംഗ് ഇൻ ടൈം എന്ന് പറഞ്ഞ സാധനം പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ടുള്ള എക്സ് ഓഫ് എന്നിനെ അതിനകത്ത് ഷിഫ്റ്റിംഗ് ഇൻ ടൈം ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എന്നിനകത്തുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടുള്ള എൻ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? എൻ മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. കെ എന്തായിരിക്കണം? ഒരു ഇൻഡിജർ വാല്യൂ ആയിരിക്കണം. കെ ഒരിക്കലും എന്താവാൻ പാടില്ല? നോൺ ഇൻഡിജർ വാല്യൂ ആവാൻ പാടില്ല. ഇഫ് കെ ഈസ് എൻ ഇൻഡിജർ വാല്യൂ, ഇറ്റ് മേ ഹാവ് either പോസിറ്റീവ് ഓ നെഗറ്റീവ് അല്ലേ? അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആവാം. ഇപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. either കെ ഈസ് എ പോസിറ്റീവ് വാല്യൂ ഓ ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. അപ്പം എക്സ് ഓഫ് എൻ മൈനസ് പ്ലസ് കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എൻ മൈനസ് കെ തന്നെ വരും. എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ എന്താ വരും? എക്സ് ഓഫ് എൻ പ്ലസ് കെ എന്ന് വരും അല്ലേ? അപ്പോൾ നെഗറ്റീവ് ആകുമ്പം എക്സ് ഓഫ് എൻ പ്ലസ് കെ എന്നും പോസിറ്റീവ് ആകുമ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് വരും അല്ലേ? അപ്പം ഇഫ് കെ ഈസ് എ പോസിറ്റീവ് ഇൻഡിജർ, ദാറ്റ് മീൻസ് എക്സ് ഓഫ് എൻ മൈനസ് കെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും? ദാറ്റ് റിസൾട്ട്സ് എ ഡിലേ ബൈ കെ യൂണിറ്റ്സ് ഓഫ് ടൈം. കെ യൂണിറ്റ്സ് ടൈമിൻ്റെ ഒരു ഡിലേ ക്രിയേറ്റ് ചെയ്യും റിസൾട്ടൻറ്റ് സിഗ്നലിനകത്ത്. ഓക്കെ, അപ്പം ഓരോ സാമ്പിൾ ഓഫ് സിഗ്നലും എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. മനസ്സിലായോ? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഇഫ് കെ ഈസ് എ നെഗറ്റീവ് വാല്യൂ, ഇപ്പം എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞ സാധനം എക്സ് ഓഫ് എൻ പ്ലസ് കെ ആയിട്ട് വരും. എക്സ് ഓഫ് എൻ പ്ലസ് കെ റിസൾട്ട് ചെയ്തത് ഒരു അഡ്വാൻസ് ഓഫ് സിഗ്നലാണ്. So each sample of
x of n is shifted to the left side of the actual signal അല്ലേ, ഷിഫ്റ്റഡ് ടു ദി ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, ഒറിജിനൽ സിഗ്നലിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യുക ബൈ k units of time. ബൈ k units of time. എൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് x of n is equal to 1, 2, 3. x of n is equal to 1 when n is equal to 2, and x of n is equal to 2 when n is equal to 3, when x of n is equal to 3 when n is equal to 4. ഇത് ഏത് റെപ്രസെൻറ്റേഷനാണ്? ഈ റെപ്രസെൻറ്റേഷൻ ഏതാ? ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണോ അതോ ടാബുലർ ആണോ അതോ ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ ആണോ? എനിവേ ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 when n is equal to 2. അപ്പോൾ n 2 ആകുന്ന സമയത്ത് എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ. n 3 ആയിരിക്കുന്ന സമയത്ത് എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. എക്സ് ഓഫ് 4 ആയിരിക്കുന്ന സമയത്ത് എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്, 3 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഗ്രാഫിക്കലി നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 3 ആയിരിക്കുമ്പോൾ 2, 4 ആയിരിക്കുമ്പോൾ 3, അങ്ങനെയാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് ആക്ച്വലി ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് എൻ. ഈ എക്സ് ഓഫ് എന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു ഈ എക്സ് ഓഫ് എന്നിൻ്റെ പുറത്ത്. അപ്പോൾ എക്സ് ഓഫ് എൻ എന്തായി മാറും, എക്സ് ഓഫ് എൻ മൈനസ് കെ ആയിട്ട് മാറും അല്ലേ. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സിഗ്നൽ x of n is equal to x of n minus k ആയിട്ട് മാറും. അപ്പം x of n minus k എന്ന് പറഞ്ഞാൽ എന്താ, ടൈം ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ. അപ്പം n മൈനസ് കെക്കകത്ത് നമ്മളെ കണ്ടീഷൻസ് എന്ത് മാത്രമേ ഉള്ളൂ, k ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം, കെക്ക് 2 വാല്യൂസ് വരാം, ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം എന്ന് മാത്രമേ നമ്മുടെ കണ്ടീഷൻസ് ഉള്ളൂ. അപ്പം ഇൻറ്റിജർ വാല്യൂ ആകുമ്പോൾ അതിന് എന്തൊക്കെ വരാം, പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ വരാം. അതുകൊണ്ട് തന്നെ എക്സ് ഓഫ് എൻ മൈനസ് കെ, എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ വാല്യൂ ഇത് നെഗറ്റീവ് ആണെങ്കിലോ, പോസിറ്റീവ് ആണെങ്കിൽ എന്ത് തന്നെ എക്സ് ഓഫ് എൻ മൈനസ് കെ തന്നെ. നെഗറ്റീവ് ആണെങ്കിൽ എന്താ വരിക, എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞ സാധനം എന്ത് വരും, എക്സ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞ സാധനം പ്ലസ് വരും അല്ലേ, എക്സ് ഓഫ് എൻ പ്ലസ് കെ എന്ന് വരും. അപ്പം ഇതൊരു ഡിലേ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഇതെന്താ ക്രിയേറ്റ് ചെയ്യുക, അഡ്വാൻസ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒറിജിനൽ സിഗ്നൽ. നമുക്ക് ടൈം ഷിഫ്റ്റഡ് വേർഷൻ എങ്ങനെയാണ് നോക്കാൻ പറ്റും. ലെറ്റ് x1 of n is equal to x of n minus 2 അല്ലേ. x1 of n എന്ന് പറഞ്ഞ സാധനം എന്താ, x of n minus 2. ഇപ്പോൾ കെയുടെ വാല്യൂ എത്ര ഇവിടെ 2 ആണ്, k equal to 2 ആണ് വാല്യൂ. where x1 of n is the delayed signal of x of n. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും കിട്ടുക, 2 പോസിറ്റീവ് ആയതുകൊണ്ട് x of n minus 2 എന്ന് പറഞ്ഞ സാധനം ഡിലേഡ് വേർഷൻ ഓഫ് എന്താണ്, എക്സ് ഓഫ് എൻ ആയിരിക്കും. ദാറ്റ് മീൻസ് x1 of n എന്ന് പറഞ്ഞ പുതിയ സിഗ്നൽ അതെന്താണ്, എക്സ് ഓഫ് എൻ മൈനസ് 2 ആണ്. എക്സ് ഓഫ് എൻ മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഡിലേഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ ആണ്. ഓക്കെ, when n is equal to 4, x1 of 4 equal to എന്തായിരിക്കും, x1 of 4 is equal to x of 4 minus 2. that means x of 2 ആയിരിക്കും, അപ്പോൾ 1 ആയിരിക്കും. ഇത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ x1 of 4 x1 of 0 എന്തായിരിക്കും, x1 of 0 എന്തായിരിക്കും, ഇത് x1 off ആണ്. x1 of 0 x of 0 minus 2 അല്ലേ. എന്നിനകത്ത് നിന്ന് 2 മൈനസ് ചെയ്യാനല്ലേ
ചെയ്താലല്ലേ നമുക്ക് എക്സ് വൺ ഓഫ് എൻ കിട്ടുന്നത്. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടു അതായത് എക്സ് ഓഫ് മൈനസ് ടു എന്ന് വരും. എക്സ് ഓഫ് മൈനസ് ടു, എക്സ് ഓഫ് മൈനസ് ടു എന്താ? 0 ആണ്. എക്സ് ഓഫ് ഇത് -1 ഇത് -2 -2, അപ്പോൾ അത് 0 ആണ്. അപ്പോൾ എക്സ് ഓഫ് 1 എന്താ? 1 - 2 ദാറ്റ് മീൻസ് -1. അപ്പോഴും എന്താണ്? 0 ആണ്. എക്സ് ഓഫ് 0 എന്തായിരിക്കും? അപ്പോൾ എക്സ് ഓഫ് 0 -2 അതെന്താ അല്ലേ? എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് വൺ ഓഫ് 2 എന്താ? 2 - 2 ദാറ്റ് മീൻസ് എക്സ് ഓഫ് 0 അപ്പോഴും 0 ആണ്. എക്സ് വൺ ഓഫ് 3 എന്തായിരിക്കും? എക്സ് വൺ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 3 - 2 = എക്സ് ഓഫ് 1. എക്സ് ഓഫ് 1 എന്താണ്? 0 ആണ് അല്ലേ? എക്സ് വൺ ഓഫ് 4 എന്തായിരിക്കും? എക്സ് ഓഫ് 4 - 2 ദാറ്റ് ഈസ് എക്സ് ഓഫ് 2. എക്സ് ഓഫ് 2 എന്തായിരുന്നു? 1 ആണ് അല്ലേ? എക്സ് ഓഫ് 2 ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എക്സ് ഓഫ് 2 1 ആണ്. അപ്പോൾ എക്സ് ഓഫ് ഇവിടെ എക്സ് വൺ ഓഫ് എൻ എന്താ? ആക്ച്വലി ഇവിടെയാണ് എക്സ് വൺ ഓഫ് 4ലാണ് എന്ത് ചെയ്യുന്നത്? 1 വരുന്നത്. അതുപോലെ n = 5 എക്സ് വൺ ഓഫ് 5 = എക്സ് ഓഫ് 5 - 2 = എക്സ് ഓഫ് 3 = 2. When n is equal to 6, x1 of 6 is equal to x of 6 - 2 x of 4 that is equal to 3. അപ്പോൾ ഈ രണ്ട് സിഗ്നലും കൂടെ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ. ഈ സിഗ്നൽ നോക്കിയാൽ ഇവിടെ 2ൽ ഇതേപോലെ ഒരു സാമ്പിൾ 2ൽ 1 ആയിരുന്നു, 3ൽ 2 ആയിരുന്നു, 4ൽ 1 ആയിരുന്നു. ഇത് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? ജസ്റ്റ് ഉണ്ടല്ലേ 2ന്ന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? സിഗ്നൽ 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. 4ൽ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ എക്സ് ഓഫ് എന്നിനകത്ത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എക്സ് ഓഫ് 4നകത്ത് എക്സ് വൺ ഓഫ് എന്നിനകത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾ 2ൽ വരേണ്ടത് ആക്ച്വലി എവിടെയാണ് വന്നത്? 4ലാണ് വന്നത്. അപ്പം 0th ടൈമിൽ വരേണ്ടത് എവിടെയാണ് വരിക? 2ൽ വരും. -2ൽ വരേണ്ടത് എവിടെ വരും? 0ൽ വരും. അപ്പം ആക്ച്വൽ ടൈമിൽ വരേണ്ടതിനേക്കാളും കുറച്ചും കൂടെ കഴിഞ്ഞാണ് വരുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ക്രിയേറ്റ് എ ഡിലേ അല്ലേ? 0ൽ വരേണ്ടത് എക്സ് വൺ ഓഫ് എന്നിൽ എവിടെ വരിക? 2 സാമ്പിൾ കഴിഞ്ഞിട്ടാണ് വരിക. 2ലാണ് വരിക. 2ൽ വരേണ്ടത് എവിടെ വരിക? 4ലാണ് വരിക. ഇനി 4ൽ വരേണ്ടതാണെങ്കിലോ 6ലാണ് വരിക. അപ്പം അങ്ങനെ ഓരോ 2 യൂണിറ്റ് ഡിലേ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പുതിയ റിസൾട്ടൻറ്റ് സിഗ്നലിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് കെ ഈസ് എ പോസിറ്റീവ് വാല്യൂ ദെൻ ഇറ്റ് ക്രിയേറ്റ് എന്ത്? ഡിലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സാമ്പിൾസൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കെ യൂണിറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലേ? ഇവിടെ നോക്കി ഇതാണ് ഒറിജിനൽ സിഗ്നൽ. ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്കാണ് ഈ സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഈസ് if k is a negative, sample x of n is available at n minus 2 the original sequence, but the same sample is available at n is equal to 4 in x1 of n. Similarly, every sample of x1 of n is delayed by sampling time. But sample x of n is available at n minus 2. n minus 2ലാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഒറിജിനൽ സീക്വൻസിൻ്റെ n minus 2 ഇതിലാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ഈ ഡിലേഡ് വേർഷൻ കിട്ടുന്നത്. But the same sample is available at n is equal to 4 in x of 2. മനസ്സിലായില്ലേ? ഓരോ സാമ്പിളും എന്ത് ചെയ്യുന്നുണ്ട്? 2 സാമ്പിൾസ് വഴി ഡിലേ ആയിട്ട് വരുന്നുണ്ട്. അതാണ് നേരത്തെ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പം if k is a negative value, then x2 of n is equal to x of n plus 2 എന്ന് വരും അല്ലേ? നേരത്തെ x of n minus 2 ആയിരുന്നു. ഇവിടെ x of n minus 2 എന്ന് പറഞ്ഞ സാധനം എന്താ വരും? x of n plus 2 വരും. where x2 of n is an advanced signal of x of n. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? x of
when n is equal to 0, x2 of 0 is equal to x of 0 plus 2. x of 2 എന്തായിരുന്നു 1 ആയിരുന്നു. n is equal to 1, x2 of 1 is equal to x of 1 plus 2, which is equal to x of 3 equal to 2. x of n plus 2, when n is equal to 2, x2 of 2 is equal to x of 2 plus 2, x of 4, that is 3. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 4ൽ വരേണ്ട സാധനം എക്സ് ഓഫ് എന്നിൻ്റെ 4ൽ വരേണ്ട സാധനം എവിടെ വന്നു? 2ൽ വന്നു. 3ൽ വരേണ്ട സാധനം എവിടെ വന്നു? 1 വന്നു, 1ൽ വന്നു. 2ൽ വരേണ്ട സാധനം എവിടെ വന്നു? 0ൽ വന്നു. അപ്പം എന്താ ചെയ്യുന്നത്? നേരത്തെ വന്നു, അഡ്വാൻസ് ചെയ്തിട്ട് വന്നു. 2ൽ വരുന്നത് 0ലാണ് വരുന്നത്. അപ്പോൾ അത് ആക്ച്വലി അഡ്വാൻസ് ചെയ്തിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഓരോ സാമ്പിളും എങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദി ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ഡിസ്ക്രീറ്റ് സിഗ്നൽ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. The sample x2 is available at n equal to 2 in the original sequence x of n, but the same sample is available at n equal to 0 in the x2 of n. x of 2ൽ കിട്ടുന്ന സാധനം അവിടെ വന്നിട്ടുണ്ട്, x of 0ൽ വരുന്നുണ്ട്. ഓരോ സാമ്പിൾ അതേപോലെ 2 samples. Similarly, every sample of x2 of n is advanced version of x of n. ഓക്കെ, ഇനി അടുത്ത മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഫോൾഡിങ് ഓർ റിഫ്ലക്ഷൻ or transpose. അപ്പോൾ 3 പേരിൽ ഈ സാധനം നമുക്ക് പറയാം. either folding or reflection or transpose. The folding of a signal x of n is performed by changing the sign of the time base in the signal x of n. എന്താ ഫോൾഡിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എന്നിൻ്റെ എന്നിൻ്റെ സൈൻ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഇഫ് ദ സൈൻ ഈസ് പോസിറ്റീവ് then change to negative. if the sign is negative, change to പോസിറ്റീവ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? ഫോൾഡഡ് വേർഷൻ ഓഫ് ഒറിജിനൽ സിഗ്നൽ, ഓർ റിഫ്ലക്ഷൻ ഓഫ് ഒറിജിനൽ സിഗ്നൽ, ഓർ ട്രാൻസ്പോസ് ഓഫ് ഒറിജിനൽ സിഗ്നൽ. ദ ഫോൾഡിംഗ് ഓപ്പറേഷൻ പ്രൊഡ്യൂസസ് എ സിഗ്നൽ എക്സ് ഓഫ് മൈനസ് എൻ വിച്ച് ഇസ് ദ മിറർ ഇമേജ് ഓഫ് എക്സ് ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ എൻ ഈക്വൽ ടു 0. അപ്പം ഫോൾഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു മിറർ ഇമേജാണ് കിട്ടുക. എവിടുന്ന്? ഒരു ഒറിജിനിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എങ്ങനെയാണോ ആ ഇമേജാണ് നമുക്ക് എവിടെ കിട്ടുക? ഈ ഫോൾഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. മനസ്സിലായോ? എക്സാമ്പിൾ, ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ മൈനസ് 3 to plus 3. Now the folded signal x1 of n is equal to x of n minus 1 minus n minus 3 minus 3 to 3. നോക്കാം നമുക്ക് അതെങ്ങനെ ഫോൾഡഡ് സിഗ്നൽ കിട്ടുന്നത്. ഇതാണ് എക്സ് ഓഫ് എൻ, ഇതാണ് എക്സ് ഓഫ് എൻ. അതിൻ്റെ ഫോൾഡഡ് വേർഷനാണ് ഇത്. എക്സ് ഓഫ് എന്നിനകത്ത് എക്സ് ഓഫ് 0 എന്താണ്? 0 ആണ്. എക്സ് ഓഫ് 1 1, എക്സ് ഓഫ് 2 2, എക്സ് ഓഫ് 3 3. അതാണ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു n എന്നാണ് പറഞ്ഞത്. എവിടെ മുതൽ? 3 മുതൽ -3 വരെ അല്ലേ? 3 മുതൽ -3 മുതൽ 3 വരെ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു n -3 to 3 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ -3ൽ എന്തായിരുന്നു? ഇവിടെ വാല്യൂ -3 ആയിരിക്കും. -2ൽ -2 ആയിരിക്കും. -1ൽ -1 ആയിരിക്കും. അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഇവിടെ 0, 1ൽ 1, 2ൽ 2, 3ൽ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇതാണ് ഒറിജിനൽ സിഗ്നൽ. ഇതിൻ്റെ ഫോൾഡഡ് വേർഷൻ എന്താണെന്ന് നോക്കിയത് നോക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഓഫ് എൻ, അതായത് x1 of n ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് n ആണ്. അപ്പോൾ എക്സ് ഓഫ് 0 എന്തായിരിക്കും? എക്സ് ഓഫ് 0 തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടിടത്തും എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. x1 of 1 എന്തായിരിക്കും? എക്സ് ഓഫ് -1 ആയിരിക്കും അല്ലേ? x1 of 1 എന്ന് പറഞ്ഞാൽ x1 of എക്സ് ഓഫ് -1 ആയിരിക്കും. -1ൽ എന്താണെന്നോ അതായിരിക്കും 1ൽ വരിക. -1ൽ എന്തായിരുന്നു? നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ 1ൽ വന്നിരിക്കുന്നത്. -2ൽ എന്തായിരുന്നു?
അത് 2 വരും. -2 -2 എന്നായിരുന്നു, അത് 2 വരും. ഇവിടെ -2 വരും. -3 എന്തായിരുന്നു, അത് 3 വരും. -3 ആയിരുന്നു, അപ്പോൾ 3 എന്തായിരിക്കും വരിക, -3 വരും. -2 -1. ഇനി -1 എന്താ വരിക, x1 ഓഫ് -1 എന്താ, x(1) ആയിരിക്കും. അപ്പോൾ 1 1 വന്ന്, അപ്പോൾ -1 1 വരും. -2 അതുപോലെ 2 വരും. -3 3 വരും. അപ്പം നോക്കിയാൽ നിങ്ങൾ, ഇതാണ് എന്ത്, ഫോൾഡഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ ഫോൾഡഡ് വേർഷനാണ് x1 ഇതിനകത്തൊരു മിറർ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒറിജിനകത്തൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ മിറർ ഇമേജ് എന്താണോ അതല്ലേ കിട്ടുക, അല്ലേ? അപ്പോൾ ഈ സാധനം നേരെ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും വരും. അതാണ് സംഭവിച്ചത്. അതാണ് ഫോൾഡിങ് ഓപ്പറേഷൻ. അപ്പോൾ ഫോൾഡിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ടൈം ബേസ് ആയിട്ടുള്ള എന്നിനെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള എന്നിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി, അതിൻ്റെ സൈൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മതി. -1 ആണെങ്കിൽ -n ആണെങ്കിൽ n വെച്ചും, n ആണെങ്കിൽ -n വെച്ചും റീപ്ലേസ് ചെയ്താൽ മതി. അതിൻ്റെ സൈൻ അങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. അടുത്ത ഓപ്പറേഷൻ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓഫ് എ സിഗ്നൽ ബൈ എ കോൺസ്റ്റന്റ് a is accomplished by multiplying the value of every signal sample by a. എന്താണ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനകത്തുള്ള എല്ലാ സാമ്പിളിനെയും നമ്മൾ ഒരു സ്കേലാർ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെറ്റ് y of n be an amplitude multiplied signal of x of n. y of n എന്ന് പറഞ്ഞ സിഗ്നൽ എന്താണ്, x of n-ൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് സിഗ്നൽ ആണെങ്കിൽ, y of n എന്ന് പറഞ്ഞ സാധനം ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് സിഗ്നൽ ഓഫ് x of n ആണെങ്കിൽ, then y of n is equal to a into x of n, a into x of n, where a is a constant. ഒരു a എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇൻറ്റിജർ ആയിരിക്കണമെന്ന് ഒന്നും എന്തില്ല, നിർബന്ധമില്ല. അപ്പം x of n is equal to 1 when n is equal to 0, 2 when n is equal to 1, 3n is equal to 3, 4n is equal to 3. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് എയുടെ വാല്യൂ 3 ആണെങ്കിൽ, then y of n is equal to 3 when n is equal to 0, അല്ലേ? n equal to ഓരോ സാമ്പിളിനും എന്ത് ചെയ്യുക, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 വരുന്ന സമയത്ത് അതെന്തായി മാറും, 3 വരും. 2 വരുന്ന സമയത്ത് എന്തായിരിക്കും, 6 വരും. 3 വരുന്ന സമയത്ത് എന്തായിരിക്കും, 9 വരും. 4 വരുന്ന സാധനം 12 വരും. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കൂ, ഇതാണ് നമ്മളുടെ ഒറിജിനൽ സിഗ്നൽ. 0-ൽ 1 ആയിരുന്നു, 0-ൽ 1 ആയിരുന്നു, 1-ൽ 2 ആയിരുന്നു, 2-ൽ 3 ആയിരുന്നു, 3-ൽ 4 ആയിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. അപ്പോൾ അതെന്താ ചെയ്യുക, ഓരോ സാമ്പിളിനെയും ആ എ വെച്ചിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 3 ആയതുകൊണ്ട് 0-ൽ എന്ത് വരും, 3 വരും. 2-ൽ എന്ത് വരും, 6 വരും. 3-ൽ 9 വരും. 4-ൽ 12 വരും. ഇതായിരിക്കും. അപ്പോൾ y of n എന്ന് പറഞ്ഞ സാധനം എന്താ, സ്കേലാർ മൾട്ടിപ്ലൈഡ് വേർഷൻ ഓഫ് x of n ഓർ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത സിഗ്നൽ ആയിരിക്കും എന്ത്, y of n എന്ന് പറഞ്ഞാൽ. അപ്പം തേർഡ് ഓപ്പറേഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ ഓർ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഓപ്പറേഷൻ, ഫോർത്ത് വൺ, time scaling or down sampling. In a signal x of n, if n is replaced by kn, where k is an integer, then it is called time scaling or down sampling. ഇപ്പോൾ എക്സ് ഓഫ് എന്നിനകത്ത് കെ എൻ എന്ന് പറഞ്ഞ n എന്ന് പറയുന്നതിനെ നമ്മൾ kn വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എക്സ് ഓഫ് എന്നിനകത്ത് എന്നിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, kn വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ it is called time scaling or down sampling. അങ്ങനെ ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻറ്റ് സിഗ്നൽ നമ്മൾ എന്ത് പറയും, ടൈം സ്കെയിൽഡ് വേർഷൻ ഓർ ടൈം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞ സിഗ്നലാണെന്ന് പറയും, ഡൗൺ സാമ്പിൾ ചെയ്തിരിക്കുന്ന സിഗ്നലാണെന്ന് പറയും. ഇവിടെ അപ്പോൾ സപ്പോസ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഒറിജിനൽ സിഗ്നൽ, ഇഫ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു n, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, n 0ക്ക്
ിനേക്കാളും ഗ്രേറ്ററോ ഈക്വലോ ആവുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എന്ന് പറയുന്ന സാധനം a⁻n ആണെങ്കിൽ then y of n is equal to x of 2n which is equal to a⁻n for even values of n. അപ്പോൾ എന്താ കിട്ടുക നോക്കാം നമുക്ക്. ഇതാണ് നമ്മൾ എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് 0 എന്താണ് 1 ആണ്. എക്സ് ഓഫ് 1 അതിനേക്കാളും ചെറിയൊരു വാല്യൂ, എക്സ് ഓഫ് 2 അതിനേക്കാളും ചെറിയ വാല്യൂ, ഇങ്ങനെ കിട്ടും. അതാണ് നമ്മൾ a⁻n എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് അല്ലേ. എയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ വണ്ണിൽ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും, പിന്നെ കുറഞ്ഞു വരിക ചെയ്യുക അല്ലേ. മനസ്സിലായല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നതെന്നായിരിക്കാം. അപ്പം y of n എന്തായിരിക്കും, y1 of n is equal to x of, ഇക്വേഷൻ എന്താണ്, y of n equal to x of 2n. y of 0 എന്തായിരിക്കും, x of 0 y of 1 x of 2 അല്ലേ. 2 into 1 എന്ന് പറയുന്ന സാധനമല്ലേ വരിക, എക്സ് ഓഫ് 2. y of 2 എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 4, അങ്ങനെ വരിക. അപ്പോൾ y of n-നകത്ത് എന്താ ഉണ്ടാവുക, 0-ലത്തെ സാമ്പിൾ ഉണ്ടാകും, പിന്നെ 2-ലത്തെ സാമ്പിൾ ഉണ്ടാവും, പിന്നെ 4th-ലെ സാമ്പിൾ ഉണ്ടാകും, 6th-ലെ സാമ്പിൾസ് ഉണ്ടാകും. ഏതിലൊന്നും സാമ്പിൾ ഉണ്ടാവില്ല, എക്സ് ഓഫ് n-ലെ സാമ്പിൾ ഇതിനകത്ത് ഉണ്ടാവില്ല, y of n-നകത്ത് ഉണ്ടാവില്ല. അതായത് ഈ സാമ്പിൾ ഉണ്ടാവില്ല, 3-ലെ സാമ്പിൾ ഉണ്ടാവില്ല, 5-ലെ സാമ്പിൾ ഉണ്ടാവില്ല, 7-ലെ സാമ്പിൾ ഉണ്ടാവില്ല. ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈവൻ നമ്പർ ഓഫ് സാമ്പിൾസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതാണ് എന്ത്, ഡൗൺ സാമ്പിളിംഗ് ഓ ടൈം സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഓപ്പറേഷൻ, സിഗ്നൽ or vector addition. The sum of two signal x1 of n and x2 of n is a signal y of n. That means y of n is equal to x1 of n plus x2 of n. അതിൻ്റെ രണ്ടിൻ്റെയും സം ആണ് y of n എന്ന്, where value at every instant is equal to the sum of samples of these two signal at the same instant. അതായത് y of n is equal to x1 of n plus x2 of n minus infinity to പ്ലസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ഇൻഫിനിറ്റി വരെ y1 of n എന്ന സാധനം എന്തായിരിക്കും, x1 of n ഉം x2 of n ഉം തമ്മിൽ ആഡ് ചെയ്ത സാധനമായിരിക്കും. ലെറ്റ് x of n is equal to 1 2 minus 1 minus 2 and x2 of n is equal to minus 2 1 3 1. അതായത് x of 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും, x of 1 1 2, x of 2 minus 1, x of 3 2 ആണ്. അതുപോലെ x2 of 0 minus 2, x2 of 1 1, x2 of 2 3, x2 of 3 1. അപ്പോൾ അത് ആഡ് ചെയ്യുക എങ്ങനെ, when n is equal to 0, y of 0 is equal to x1 of 0 plus x2 of 0. അപ്പോൾ സെയിം ഇൻസ്റ്റൻറ്റിലെ വാല്യൂ ആണ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. x1 of 0 എന്താണ്, 1 ആണ്, x2 of 0 എന്താണ്, -2 ആണ്. അപ്പോൾ 1 plus -2 ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, -1 കിട്ടും. അപ്പോൾ y of 0 is equal to -1. When n is equal to 1, y1 of 1 is equal to x1 of 1 plus x2 of 1. And x1 of 1 എന്തായിരുന്നു, 2 ആണ്, and x2 of 1 എന്താ, 1 ആണ്. 2 plus 1 3. When n is equal to 2, y of 2 is equal to x1 of 2 plus x1 of 2 plus x2 of 2. So -1 plus 3, -1 plus 3. n is equal to 3, y of 3 is equal to x1 of 3 plus x2 of 3. 2 plus 3. Result 3 ആയിരിക്കും.
അപ്പം വൈ ഓഫ് എൻ എന്താണ് കിട്ടുക? -1 3 2 3 1. ഓക്കെ, ഇതാണ് സിഗ്നൽ ഓർ വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? രണ്ട് സിഗ്നലിൻ്റെ വെക്ടർ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സിഗ്നലിൻ്റെയും സെയിം ഇൻസ്റ്റൻറ്റിലുള്ള സാമ്പിൾസ് നമ്മൾ ആഡ് ചെയ്യും. അതായിരിക്കും നമ്മൾ റിസൾട്ടൻറ്റ് സിഗ്നലിനകത്ത്. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ. operation just a minute. Product or vector multiplication. The signal multiplication results in the product of two signal on a sample by sample basis. ഇത് നേരത്തെ പറഞ്ഞതാണ്. അഡീഷന് പകരം എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു x1 ഓഫ് എൻ ഇൻറ്റു x2 ഓഫ് എൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? x1 ഓഫ് എന്നിൻ്റെ സെയിം ഇൻസ്റ്റൻറ്റിലെ വാല്യൂ തമ്മിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ആഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻറ്റ് സിഗ്നൽ എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓർ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ y of n is equal to x1 of n into x2 of n. അപ്പോൾ x1 of n is equal to 1 2 minus 1, x2 of n is equal to -2. നേരത്തെ സെയിം സാമ്പിൾ ആണെന്നിരിക്കാം. അപ്പോൾ നമ്മൾ അഡീഷന് പകരം എന്ത് കിട്ടും? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. x1 of 0യും x2 of 0യും തമ്മിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് സാമ്പിൾ എന്താണോ അതായിരിക്കും y of 0. അതുകൊണ്ട് y of 1 എന്തായിരിക്കും? x1 of 1ഉം x2 of 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ n is equal to 2 എന്ന് പറഞ്ഞാൽ y of 2 is equal to എന്തായിരിക്കും? x1 of 2ഉം x2 of 2ഉം തമ്മിൽ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. റിസൾട്ടൻറ്റ് സിഗ്നൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന സിഗ്നലായിരിക്കും എന്ത്? y of 0. സോ ഫൈനലി y of n is equal to എന്താണ്? -2 2 -3 2 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്? ഓപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന് ഷിഫ്റ്റിംഗ് ഇൻ ടൈം. അതിനെന്താ ചെയ്യുക? എക്സ് ഓഫ് എന്നിനകത്തുള്ള n എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? n - k വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. k is an integer value. അടുത്തത് ഫോൾഡിങ് റിഫ്ലക്ഷൻ ഓർ ട്രാൻസ്പോസ്. അതെന്താ ചെയ്യുക? എക്സ് ഓഫ് എന്നിൻ്റെ ടൈം ബേസിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കുന്നു. -n ആണെങ്കിൽ +n, +n ആണെങ്കിൽ -n. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഓർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇതെന്താ ചെയ്യുക? ഓരോ സാമ്പിളിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്കെലാർ വാല്യൂ വെച്ചിട്ട് സെയിം സ്കെലാർ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ടൈം സ്കെയിലിംഗ് ഓർ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് എൻ്റെ n നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? kn വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓർ k is an integer. ഇനി നമുക്കുള്ളത് സിഗ്നൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ അഡീഷൻ, പ്രോഡക്റ്റ് ഓർ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതാണ് 6 ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്.